ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സ് ലോ ആൻഡ് അക്കൗണ്ട്സിൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. ഇതൊരു പുതിയ ചാപ്റ്ററാണ് കേട്ടോ. എക്സംപ്റ്റഡ് ഇൻകം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എയുടെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സംപ്റ്റഡ് ഇൻകം. അപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ നമുക്ക് ഐ തിങ്ക് 100 എക്സംപ്റ്റഡ് ഇൻകംസ് എന്തോ കൊടുത്തിട്ടുണ്ട്. മിനിമം ഒരു 10 പഠിച്ച് വെക്കണം. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ മിനിമം ഒരു 10 പഠിച്ച് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു പോയിന്റ് പഠിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഇതിൽ ഞാൻ 100 പോയിൻറ്റ്സും കാണിക്കുന്നുണ്ട്. എനിക്ക് ഈസി ചെയ്യാൻ തോന്നിയിട്ടുള്ള കുറച്ച് പോയിൻ്റാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ ഒരു PDF ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് നിങ്ങളിരുന്ന് പഠിച്ചാൽ മതി. ഓക്കെ, 100 പോയിൻറ്റ്സ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറയുമ്പോൾ എന്താ? ഇതിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഇൻകത്തിൽ നമ്മൾ എന്തടക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഇൻകംസ് ഏതൊക്കെയാണ് ആ ഇൻകം എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം. അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ഫുള്ളി എക്സംപ്റ്റഡ് ഫ്രം ഇൻകം ടാക്സ്. അതായത് ഇന്ത്യയിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഇൻകം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സം റിസീവ്ഡ് ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. അതായത് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ, ഇനി സം റിസീവ്ഡ് ബൈ എ മെമ്പർ ഓഫ് HUF ഔട്ട് ഓഫ് ദി ഇൻകം ഓഫ് ദി ഫാമിലി ഓർ ഔട്ട് ഓഫ് ദി ഇൻകം ഓഫ് ദി ഇൻപാർഷ്യബിൾ എസ്റ്റേറ്റ് ബിലോങ്ങിങ് ടു ദ ഫാമിലി ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. കാരണം എന്താ ഫുള്ളി എക്സംപ്റ്റഡ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് പുറമെ ഇനിയും നമ്മൾ എന്തടക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഇൻകം ഓഫ് പാർട്ട്ണർ ഇൻ എ ഫേം. അതായത് ഒരു ഫേമിലെ ഒരു പാർട്ട്ണർക്ക് ആ ഫേമിൽ നിന്നും പ്രോഫിറ്റോ എന്തെങ്കിലും കിട്ടുകയാണ്, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എന്തെങ്കിലും കിട്ടുകയാണ്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 10,000 രൂപ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ 10,000 രൂപയ്ക്ക് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ? അവർ ഓൾറെഡി ടാക്സ് അടയ്ക്കുന്നുണ്ട് ആ ഒരു ഫേം. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഇൻകം ഓഫ് എ പാർട്ണർ ഇൻ എ ഫേം ഈസ് നോട്ട് ടാക്സബിൾ ഇൻ ദി ഹാൻഡ്സ് ഓഫ് പാർട്ണർ ബിക്കോസ് ഫേം ഈസ് ലയബിൾ ടു പേ ടാക്സ് ഓൺ ഇറ്റ്സ് ഓൺ ഇൻകം. അതായത് അതെന്ന് പറയുന്നത് ആരുടെ ഇൻകം ആണ്? ആ ഒരു ഫേമിൻ്റെ ഇൻകം ആണ്. അപ്പോൾ ആ ഫേം ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ വീണ്ടും ആ ഒരു വ്യക്തി ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അതാണ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഇൻകം ഓഫ് എ പാർട്ണർ ഇൻ എ ഫേം. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻട്രസ്റ്റ് ഓൺ നോട്ടിഫൈഡ് സെക്യൂരിറ്റീസ് ബോണ്ട്സ് റിസീവ്ഡ് ബൈ നോൺ റെസിഡൻറ്റ് സെക്ഷൻസ്. അതൊന്നും വേണ്ട, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 കേട്ടോ. ഫസ്റ്റത്തെ അഗ്രികൾച്ചറൽ ഇൻകം, സം റിസീവ്ഡ് ഫ്രം ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ആൻഡ് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓർ ഇൻകം ഓഫ് എ പാർട്ട്ണർ ഇൻ എ ഫേം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പേയ്മെൻറ്റ് റിസീവ്ഡ് അണ്ടർ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ. അതായത് ഈ ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ കാരണം നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, അതൊരു വലിയൊരു ദുരന്തമായിരുന്നല്ലോ. അപ്പോൾ ആ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന എമൗണ്ട് നമ്മൾ എന്തടക്കേണ്ടെന്നാണ് പറയുന്നത്? ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. കോമ്പൻസേഷൻ റിസീവ്ഡ് ബൈ വിക്ടിംസ് ഓഫ് ഭോപ്പാൽ ഗ്യാസ് ലീക്ക് ഡിസാസ്റ്റർ ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ആ വിക്ടിംസിന് നമുക്ക് എന്തെങ്കിലും എമൗണ്ട് അവിടെ നിന്നും കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കോമ്പൻസേഷൻ റിസീവ്ഡ് ഇൻ കേസ് ഓഫ് എനി ഡിസാസ്റ്റർ. അതായത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഡിസാസ്റ്റർ കാരണം നമുക്ക് കോമ്പൻസേഷൻ കിട്ടുകയാണ്. അങ്ങനെ എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തടയ്ക്കേണ്ട? ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നെക്സ്റ്റ് ഒന്നാണ് എനി സം റിസീവ്ഡ് അണ്ടർ എ ലൈഫ് ഇൻഷുറൻസ് പോളിസി. അതായത് ലൈഫ് ഇൻഷുറൻസ് LIC ഉണ്ടല്ലോ, അതിൽ നിന്നും എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. ഇനി സം റിസീവ്ഡ് അണ്ടർ എ ലൈഫ് ഇൻഷുറൻസ് പോളിസി ഇൻക്ലൂഡിംഗ് ദി സം അലോക്കേറ്റഡ് ബൈ വേ ഓഫ് ബോണസ് ഓൺ സച്ച് പോളിസീസ് ഹോളി എക്സംപ്റ്റ് ഫ്രം ടാക്സ്. ഇത് നിങ്ങൾ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെഴുതൊന്നും വേണ്ട, ജസ്റ്റ് പോയിന്റ് എഴുതുക. എന്നിട്ട് റിസീവ്ഡ് ഫ്രം ഇൻ ദിസ് ഫുള്ളി എക്സംപ്റ്റഡ്, അങ്ങനെ ചെറിയ ചെറിയ പോയിന്റ് ഉണ്ടായിരിക്കില്ല, നിങ്ങളുടേതായ ലാംഗ്വേജിൽ അങ്ങ് തട്ടിവിട്ടാൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് പേയ്മെൻറ്റ് ഫ്രം സുകന്യ സമൃദ്ധി സ്കീം. അതായത് എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെൻറ്റ് സുകന്യ സമൃദ്ധി സ്കീമിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇനി പേയ്മെൻറ്റ് ഫ്രം ആൻ അക്കൗണ്ട് ഓപ്പൺ ഇൻ അക്കോർഡൻസ് വിത്ത് സുകന്യ സമൃദ്ധി സ്കീം അക്കൗണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ എന്തടക്കേണ്ടെന്ന് പറയുന്നത്? ടാക്സ് അടയ്ക്കേണ്ടെന്ന് പറയുന്നത്. ഈ സുകന്യ സമൃദ്ധി സ്കീം എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർ കൊണ്ടുവന്ന പെൺകുട്ടികളുടെ അതിനു വേണ്ടി അതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പേയ്മെൻറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട്. പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ദ അക്യുമുലേറ്റഡ് ബാലൻസ് ഡ്യൂ ആൻഡ് ബിക്കമിങ് പേബിൾ ടു ആൻ എംപ്ലോയി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ടു ദ എക്സ്റ്റെൻറ്റ് പ്രൊവിഡൻറ്റ് ഇൻ റൂൾ 18 ഓഫ് പാർട്ട് A ഓഫ് ദി 4th ഷെഡ്യൂൾ എക്സംപ്റ്റ്. ഓക്കെ,
പിന്നെ പേയ്മെൻറ്റ് ഫ്രം ദി നാഷണൽ പെൻഷൻ സിസ്റ്റം 60% ഓഫ് സം റിസീവ്ഡ് ഓൺ ക്ലോഷർ ഓർ ഓപ്റ്റിംഗ് ഔട്ട് ഓഫ് ദി സ്കീം ഈസ് എക്സംപ്റ്റ്. ഓക്കെ, അതാണ് അതിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സ്കോളർഷിപ്പ് സെക്ഷൻ 10 സബ്സെക്ഷൻ 16 സ്കോളർഷിപ്പ് ഗിവൻ ടു മീറ്റ് ദ കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഫുള്ളി എക്സംപ്റ്റ്. അതായത് എഡ്യൂക്കേഷൻ്റെ കോസ്റ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലൊരു സ്കോളർഷിപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അലവൻസസ് ഗിവൻ ടു MPs MLAs ആൻഡ് MLCs സെക്ഷൻ. അതായത് ഡെയിലി അലവൻസ് ഇവർക്ക് കിട്ടുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. അതായത് ഏതെങ്കിലും തരത്തിലുള്ള അലവൻസുകൾ ഇവർക്ക് അനുവദിച്ചു കൊടുത്താൽ MPമാർക്കോ MLAമാർക്കോ കൊടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, ഫുള്ളി എക്സംപ്റ്റഡ് ആയിരിക്കും. ഡെയിലി അലവൻസ് റിസീവ്ഡ് ബൈ ദം ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. എനി കൺസ്റ്റിറ്റ്യുവൻസി അലവൻസസ് റിസീവ്ഡ് ബൈ എ മെമ്പർ ഓഫ് എനി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ അണ്ടർ എനി ആക്ട് ഓർ റൂൾസ് മെയ്ഡ് ബൈ ദി സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആർ ഫുള്ളി എക്സംപ്റ്റഡ്. എനി അലവൻസ് റിസീവ്ഡ് ബൈ MPs ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ്. അതായത് ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന എമൗണ്ടിൽ നിന്ന് നമുക്ക് ഒരു ഇൻകം കിട്ടുമല്ലോ, ആ ഇൻകത്തുമ്പോൾ നമ്മൾ എന്തടയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്, ടാക്സ് അടയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. എനി അവാർഡ് ഓർ റിവാർഡ് ഗിവൺ ഇൻ ക്യാഷ് ഓർ കൈൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ദി പബ്ലിക് ഇൻട്രസ്റ്റ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് എനിബഡി വിച്ച് ഈസ് അപ്രൂവ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. അതാണ് അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് ലോക്കൽ അതോറിറ്റി. അതായത് ലോക്കൽ അതോറിറ്റിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും, അതായത് ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻകം കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട എന്നാണ് പറയുന്നത്. പിന്നെ ഇൻകം ഓഫ് സയൻറ്റിഫിക് റിസർച്ച് അസോസിയേഷൻ ഇറ്റ് ഈസ് എക്സംപ്റ്റ് ഓൺ സാറ്റിസ്ഫാക്ഷൻ ഓൺ ദി കണ്ടീഷൻ ഓൺ ദി ഗിവൺ ഇൻ ദി സെക്ഷൻ. പിന്നെ ഇൻകം ഓഫ് ന്യൂസ് ഏജൻസി, ഇൻകം ഓഫ് എ നോട്ടിഫൈഡ് ന്യൂസ് ഏജൻസി സെറ്റപ്പ് ഇൻ ഇന്ത്യ solely collection and distribution of news is fully exempt on the fulfillment of certain conditions. പിന്നെ ഇൻകം ഓഫ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തടയ്ക്കേണ്ടതെന്ന് പറയുന്നത്, ടാക്സ് അടയ്ക്കേണ്ടതെന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇൻകം ഓഫ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. അതായത് ഖാദി ഓർ വില്ലേജ് ഇൻഡസ്ട്രീസിൽ നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ട ആവശ്യമില്ല, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇതിൽ കുറേ ഉണ്ട് കേട്ടോ, ഞാനിതൊന്ന് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയുള്ളത് കുറച്ചെണ്ണം പറയുകയാണെ. പിന്നെ ഇൻകം ഓഫ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ ഇൻകം ഓഫ് സെക്യൂരിറ്റൈസേഷൻ ട്രസ്റ്റ്, പിന്നെ അങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ട്. ഞാനിപ്പോൾ 10 കൂടുതൽ പോയിൻറ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ ഒരു PDF ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടവർ ചെക്കൗട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 10-15 പോയിൻറ്റ് നിങ്ങൾ കാണാണ്ട് പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.